എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊഞ്ച് കൊണ്ടുള്ള ഒരു പുതുമയാർന്ന ഡിഷാണ്. മറ്റൊന്നുമല്ല, കൊഞ്ച് തവ കട്ട്ലേറ്റ്. ഞാൻ കവിത. വെൽക്കം ടു റൂട്ട് ടു മീഡിയ 2 minute റെസിപ്പി. കൊഞ്ച് തവ കട്ട്ലേറ്റിന് ആവശ്യമായിട്ട് ഞാൻ 250 ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഏകദേശം ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പകുതി സ്പൂണ് ഗരം മസാല, ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഏകദേശം നമ്മൾ ഇത് ഈ അളവിൽ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഒരുപാട് അരയാൻ പാടില്ല. കൊഞ്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഷേപ്പ് ആക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തൊട്ടത്തില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അധികം തിക്നെസ് കൂട്ടാൻ പാടില്ല. നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നിൽക്കാവൂ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ടു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം. അതല്ലെങ്കിൽ 4 മണിക്ക് സോസുമായിട്ട് വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇനി പുതുമയാർന്ന മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.